ഇൻസ്പെക്ഷൻ. ഇപ്പോഴാണ് ഫോൺ വന്നത്. എഡ്യൂക്കേഷൻ മിനിസ്ട്രിന്ന് കുറച്ച് ആളുകൾ നമ്മുടെ സ്കൂൾ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വരുന്നുണ്ട്. അവർ ഇന്ന് തന്നെ എത്തും. ഇപ്പൊ എന്താ ചെയ്യാ? സ്കൂളിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഭിത്തിയെ പെയിന്റ് പോലും അടിച്ചിട്ടില്ല. ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയല്ലേ. വൈകുന്നേരത്തിനുള്ളിൽ ഇതൊക്കെ എങ്ങനെ ശരിയാക്കി എടുക്കാനാ? ഞാനും അതോർത്തിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. ഇവരെന്താ പെട്ടെന്ന് വരുന്നത്? ഇന്നത്തോടെ എന്റെ ജോലി പോകുന്നു തോന്നുന്നു. സർ, ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാം ചേർന്ന് ഈ സ്കൂളിന് മൊത്തം പെയിന്റ് അടിക്കാം. വേണ്ട വീർ, ഞാൻ കുട്ടികളെ കൊണ്ട് അങ്ങനത്തെ ജോലികളൊന്നും ചെയ്യിപ്പിക്കില്ല. സർ, ഇത് നമ്മുടെ സ്കൂളിന്റെ അഭിമാന പ്രശ്നമാ. എല്ലാ കുട്ടികളും ചേർന്ന് സന്തോഷത്തോടെ പെയിന്റ് അടിക്കും. സാർ ഇവൻ പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട. വൈകുന്നേരത്തിനുള്ളിൽ പണി തീർക്കാൻ സാധിക്കില്ല. അത് ഇമ്പോസിബിൾ ആണ്. എന്റെ അപ്പൂപ്പ പറയാറുണ്ട്, ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കുന്നവരെയാണ് വീർ എന്ന് വിളിക്കുന്നത്. നിനക്കപ്പോൾ എന്നേക്കാൾ കാര്യങ്ങൾ അറിയാമെന്നാണ്. ഇത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതിനർത്ഥം ഇത് നടക്കില്ലെന്ന് തന്നെയാ. സർ, സാർ എന്നെ വിശ്വസിച്ചേ മതിയാവൂ. ഇതെന്റെ സ്കൂളിന്റെ അഭിമാന പ്രശ്നമാണ്. ഇതെനിക്ക് ചെയ്തേ മതിയാവൂ. അപ്പൊ എനിക്ക് സ്കൂളിന്റെ അഭിമാനത്തെ പറ്റി ചിന്തയില്ലെന്നാണ്. മിസ്റ്റർ കക്കട്ട്, എനിക്ക് വീറിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവൻ നമ്മുടെ സ്കൂളിലെ ഏറ്റവും ഇന്റലിജന്റും കോൺഫിഡന്റുമായ കുട്ടിയാണ്. ഇതിനു മുമ്പും അവൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവൻ ഒരിക്കലും ഒരു സാധാരണ സ്റ്റുഡന്റ് അല്ല. അതുകൊണ്ട് എനിക്ക് ഇവനെ പൂർണ്ണമായും വിശ്വാസമാണ്. ഐ തിങ്ക് നമ്മൾ ഇവന് ചാൻസ് കൊടുത്തേ പറ്റൂ. കക്കട്ട് സാർ, നിങ്ങളിപ്പോൾ എല്ലാ സ്റ്റുഡൻസിനെയും പുറകിലുള്ള ഗ്രൗണ്ടിൽ കൊണ്ടുപോയി സ്പോർട്സ് ഡേക്കുള്ള പ്രാക്ടീസ് ചെയ്യിപ്പിക്കോ. അപ്പോൾ വീറിന് ക്ലാസ് റൂം പെയിന്റ് ചെയ്യാനുള്ള സമയം ലഭിക്കും. സാർ, വീർ പറയുന്നത് കേൾക്കണ്ട. ഒടുവിൽ എല്ലാം ഇവൻ കൊളവാക്കും. കക്കട്ട് സാർ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. അതെ വീർ, പെയിന്റിംഗ് ചെയ്യാവുന്നൊക്കെ വാക്ക് കൊടുത്തതല്ലേ. പക്ഷെ എങ്ങനെ ചെയ്യുമെന്ന് വല്ല ഐഡിയ ഉണ്ടോ? വേഗം ജിണ്ടുവിനെ വിളിക്ക്. ഇനി അവനെ കൊണ്ടേ ഇത് ചെയ്യാൻ സാധിക്കൂ. നീ പറഞ്ഞത് ശരിയാണ് ചുൾബുൾ. എന്താ ചെയ്യണ്ട ബോസ്? ഇപ്പൊ നിന്റെ ബോസിന്റെ തത്തിനൊക്കെ പോയി കിടക്കുക. സ്കൂളിന് പെയിന്റ് അടിക്കണം, അതാ പണി. ഇന്നാ പിടിച്ചോ. അക്കടം പക്കടം മിക്കിടം തികിടം മാലം ഫലം ദന്തമാദം. ഇപ്പൊ നോക്കൂ, എന്റെ കൈ കാലിയാണ്. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ചോക്ലേറ്റ് ഷർട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചതല്ലേ. മാജിക് അല്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനേക്കാളും വലിയ മാജിക് നമ്മുടെ ജിൻടു ചെയ്ത് കാണിക്കും. നീ ഇതിനു മുമ്പ് മാന്ത്രിക വടി ഉപയോഗിച്ചിട്ടേ ഇല്ലല്ലോ. ആദ്യം ഈ മാന്ത്രിക വടി വായുവിലേക്ക് ഉയർത്ത്. എന്റെ പൊന്നു ജിൻടു, നീ ഇത് എന്താ ചെയ്യുന്നേ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മാന്ത്രിക വടി മുന്നിലേക്ക് നീട്ടി എന്ത് പറഞ്ഞാലും അത് അതേപോലെ തന്നെ സംഭവിക്കും. ഇത് ആരുടെയെങ്കിലും നേരെ നീട്ടിയിട്ട് അവര് എലിയാവട്ടെ എന്ന് പറഞ്ഞാൽ അവര് എലിയാവും. എനിക്കാരും എലിയാക്കൊന്നും വേണ്ട. ജിൻടു, നീ ഇതെന്തായി ചെയ്തേ? ജിൻടു, ചഡ്ഡാ സാറിനെ പെട്ടെന്ന് തന്നെ പഴയതുപോലെ ആക്ക്. രക്ഷിക്കണേ, ആ പൂച്ച എന്നെ ഇപ്പൊ പിടിച്ചു തിന്നും. Help me, please. അല്ല സാറേ, എന്താ പ്രശ്നം? സാറിന് ഇതെന്ത് പറ്റി? അല്ല, പൂച്ച ഇതെങ്ങനെ സാറിന് തിന്നുന്നത്? എന്താണെന്നറിയില്ല, ഒരു നിമിഷത്തേക്ക് ഞാനൊരു എലിയാണെന്ന് ഓർത്തുപോയി. അതുകൊണ്ടാ ഞാനിങ്ങനെ എലിയാണെന്ന് ഓർത്തുപോയി. എന്ത് പറ്റി അപ്പൂപ്പ? ഇവരുടെ മകൻ പ്രകാശ് തെറ്റായ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് പഠനമെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് വീർ. നേരത്തെ അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഇപ്പോ എക്സാം അടുത്ത് വന്നിട്ടും ആ കുട്ടി പഠിക്കുന്നതേ ഇല്ല. ആന്റി ഒന്നും കൊണ്ടും വിഷമിക്കണ്ടതേ. ഞാൻ ആ കൂട്ടുകെട്ടൊക്കെ അവസാനിപ്പിച്ചു തരാം. വേർമോനെ, പ്രകാശിനെ പറഞ്ഞു മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയ കാര്യമാ. അപ്പൂപ്പൻ പറയാറുണ്ട്, ഇമ്പോസിബിൾ ഒക്കെ പോസിബിൾ ആക്കുന്ന ആളെയാണ് വീരെന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. വളരെ നന്ദി മുത്തശ്ശ. വീർ, നീ എന്തെങ്കിലും ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ?
അതോ ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണോ? അപ്പൂപ്പ ഇതേ ഒരു ചെറിയ കാര്യം ചെയ്തു തരണം. സാർ, ഞാൻ അമേരിക്ക പോയി പഠിക്കാൻ എന്ത് വേണേ ചെയ്യും. എങ്കിൽ പിന്നെ നീ നിന്റെ കാലിൽ എന്തെങ്കിലും പരുക്ക് പറ്റിയെന്ന് കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. 10 വർഷമായി ഞങ്ങൾ ഈ റേസ് തോറ്റിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് റേസ് തോൽക്കാൻ താല്പര്യമില്ല. ഓക്കേ? ഓക്കേ സാർ. താങ്ക് യു സാർ. ഗവൺമെന്റ് സ്കൂളിന് വേണ്ടി ആരും വരുന്നില്ലേ? വീർ, നീ വളരെ ചെറിയ കുട്ടിയാണ്. വലിയ കുട്ടികളോട് മത്സരിച്ച് ജയിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. എന്റെ അപ്പൂപ്പൻ പറയാറുണ്ട് തിങ്ക് പോസിറ്റീവ്. അപ്പൊ ഇമ്പോസിബിൾ അല്ല പോസിബിൾ ആയി മാറുമെന്ന്. സാറി റേസ് തുടങ്ങിക്കോളൂ. വീർ വീർ, നീ എന്തിനാ ഇതിൽ പങ്കെടുക്കുന്നത്? കരൺ ഇതെവിടെ പോയി? സാർ, അവന്റെ കാലിനെന്തോ പരിക്ക് പറ്റി, അതുകൊണ്ട് അവൻ വീട്ടിൽ പോയി. തീർച്ചയായും ഇതാ ഖുറാനയുടെ പണിയായിരിക്കും. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഓൺ യുവർ മാർക്സ്, ഗെറ്റ് സെറ്റ്. മിസ്റ്റർ ഖുറാന, അത് കണ്ടില്ലേ? ഗവൺമെന്റ് സ്കൂളിന് വേണ്ടി ആ കൊച്ചു പയ്യനാണ് ഓടുന്നത്. അവൻ എന്താ കരുതുന്നത്? അവന് ജയിക്കാൻ പറ്റുമെന്നാണോ? ആരെയും ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല അവന്റെ മേലൊരു കണ്ണ് വേണം. വീർ, ഇവരോട് നിനക്ക് ജയിക്കാനാവില്ല. എന്നാൽ നീ റോബോട്ടിക് പവർ ഉപയോഗിക്കുകയാണെങ്കിൽ നിന്റെ സത്യങ്ങളെല്ലാം പുറത്താവും. ജിണ്ടുവിനെ വിളിക്ക്, ഇനി അവനെ എന്തെങ്കിലും ചെയ്യാനാവൂ. ഞാനാണ് ജിൻ. പറയൂ ബോസ്, ആരുടെ പിന്നാലെയാണ് ഇങ്ങനെ ഓടുന്നത്? ഇവിടെ സ്കൂളിന്റെ ഒരു റേസ് നടക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും ഈ റേസ് ഒന്ന് ജയിപ്പിക്കും. പക്ഷെ ആരും ഇത് അറിയാൻ പാടില്ല. എടാ ചെറുക്ക, ക്ഷീണിച്ചു പോവാണെങ്കിൽ പറയണം കേട്ടോ. ഞാൻ നിന്നെ എടുത്തോണ്ട് ഓടിക്കോളാം. ഇത് കണ്ടോളൂ ബോസ്. പെട്ടെന്ന് ചെയ്യ്. മേശയും കസേരയൊക്കെ എടുത്ത് വയ്ക്കാണ്ടേ? റേസ് ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓടിയിങ്ങെത്താൻ ഇനി സമയമുണ്ട്. ഏതൊക്കെ ചെയ്താ മതി, ഒരു ധൃതിയില്ല. നീ ഇതെന്തായി ചെയ്യുന്നേ? റേസ് ഓടാതെ തന്നെ നീ എന്നെ ഫിനിഷിംഗ് ലൈനിൽ എത്തിച്ചോ. ഇങ്ങനെ ഞാൻ ഇംലി വാ, നമുക്ക് ഒളിച്ചിരിക്കാം. ബണ്ടി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് കളിക്കണമെന്ന് വാശി പിടിക്കും. ശരി, നമുക്ക് ഒളിച്ചിരിക്കാം. വരൂ, നമുക്ക് അവിടെ പോയി ഒളിക്കാം. വേഗം വാ, അവൻ വരുന്നുണ്ട്. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തോ. എന്താണ് ചെയ്തത്? എന്റെ ചാക്കിതെവിടെ പോയി? എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈ ചട്ടാകളിന് ഒരിക്കലും മര്യാദയ്ക്ക് നടക്കാൻ അറിയില്ലേ? എപ്പം നോക്കിയാലും ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചോണ്ടിരിക്കും. ഇതാണ് ലോകത്തിലെ ഏറ്റവും പുതിയതും ഭയങ്കരനുമായ റോബോട്ട് മാഗി. ഇനി എന്റെ ഈ പുതിയ റോബോട്ട് നേരെ ചെന്ന് ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിന്റെ ശരീരത്തിലുള്ള മാഗ്നറ്റിൽ ഒട്ടിപ്പിടിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. നീ പറഞ്ഞത് ശരിയാണ്. ഇവള് പറഞ്ഞത് ശരിയാണ് ബോസ്. വളരെ വളരെ ശരിയാണ്. യു ആർ റൈറ്റ് മൈ ബോയ്. വേഗം ചെല്ലു എന്റെ റോബോട്ടെ. പോയി നിന്റെ ശക്തി കാണിച്ചിട്ട് വരൂ. വേഗം പോ. നോ നോ, ഇതല്ല ഞാൻ പറഞ്ഞത്. നീ നിന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിപ്പിക്കേണ്ടത് റോബോട്ടിനെയാണ്, അല്ലാതെ സ്കൂട്ടറും ടെമ്പോയും അല്ല. ടിംബക്ടു, നീ ഇവന്റെ കൂടെ പോയി ഇവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്ക്. ആ പ്രേം സഹായിയുടെ റോബോട്ടിനെ എങ്ങാനും കിട്ടിയാൽ ഉടനെ തന്നെ നീ അവന്റെ മാഗ്നറ്റിക് പവർ ഓൺ ആക്കി കൊടുക്കണം. മനസ്സിലായോ? വേഗം ചെല്ലേ. ഓക്കേ ബോസ്, ഐ വിൽ ഡു ഇറ്റ് ബോസ്. വീർ, എന്റെ ഗ്രാമത്തിൽ ഒരു മേള നടക്കുന്നുണ്ട്. വളരെ വലിയ മേളയാ അത്. പക്ഷെ ഇത്തവണ എനിക്ക് മേള കാണാൻ പോകാൻ പറ്റില്ല. അതെന്താ? ഇത്തവണ എന്താ പറ്റാത്തെ? അങ്ങോട്ട് പോകാൻ ട്രെയിൻ ഇല്ല. റെയിൽവേ ട്രാക്ക് തയ്യാറാണ്, പക്ഷെ ട്രെയിൻ ഓടി തുടങ്ങിയിട്ട്